ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്താണെന്നറിയാമല്ലോ, ഓഗസ്റ്റ് 14. അപ്പോൾ ഇന്ന് നമ്മളിപ്പം പോകുന്നത് കൂലി കാണാനാണ് ബ്രോ. കൂലി കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത്. അപ്പം എങ്ങനെയുണ്ട് ആ സിനിമ, എന്തൊക്കെയാണ്, ഞാൻ ആദ്യം പോയി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം വന്ന് പറയാം. ഇപ്പം ആദ്യം ഞാൻ നിത്തുവിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിത്തു വരുന്നുണ്ട് എൻ്റെ കൂടെ. അപ്പം അവനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ സിനിമയ്ക്ക് പോകാം. ഓക്കെ, ഒരു മിനിറ്റ് എത്തട്ടെ. ഓക്കെ, മിസ്റ്റർ ഇന്താൽ ഖാൻ എത്തിയിരിക്കുന്നു. സമയല്ലേ, വാ എന്നാ ഈ ബാഗ് കിട്ടോ. ബാഗിനകത്ത് മറ്റേ ഗോപ്രോൻ്റെ സംഭവ സാമഗ്രികളൊക്കെ ഇരിപ്പുണ്ട്. ആ അപ്പോൾ ഗായ്സ്, കൂലി കാണാൻ പോകുന്നത് നമ്മുടെ കൊല്ലത്തെ GMAX, വിശ്വജറോ നഗർ GMAXിലാണ് പോകുന്നത്. 12:30 ഷോ ആണ് നമ്മൾ പോകാൻ പോകുന്നത്. യെസ്, ഇപ്പം സമയം 11:54. അരമണിക്കൂറുണ്ട് നമ്മളവിടെ എത്തും. അതെന്തായാലും എത്തേണ്ടതാണ്. ഇപ്പോൾ ഗായ്സ്, നമ്മളിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, എത്തുന്നില്ല. അയ്യോ, ഹിഡൻ കണ്ടന്റ്. വാച്ച് വരെ മെസ്സേജ് വന്നു, നിങ്ങളെ സിനിമ തുടങ്ങാൻ പോണ്, ചെല്ലാനെന്ന്, അരമണിക്കൂറും കൂടെ ഉള്ളെന്ന്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പം ചിന്നക്കട എത്തിയിരിക്കുന്നു. അവിടെ മൊത്തം നോക്കാതെയും കാണാതെ എല്ലാം കയറി അങ്ങ് വരിക അല്ലേ. ദൈവമേ, കിറക്കന്മാരെ കാണല്ലേ. ആരുമില്ല, രക്ഷപ്പെട്ട്. അങ്ങനെ നമ്മൾ ബിഷപ്പ് ജറോ നഗർ എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ കണ്ടുപിടിക്കണം വണ്ടി വെക്കാനുള്ള സ്ഥലം. എവിടെ പോവാൻ? വണ്ടി ഇതവിടെ കൊണ്ടുവെക്കാം. ഞാൻ മര്യാദയ്ക്ക് അവിടെ വെച്ചാൽ വണ്ടി വെക്കാൻ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു. അയാൾ വെറുതെ ഓട്ടിച്ചു വിട്ട മനുഷ്യനെ. ഇവിടെ ഞാൻ കയറ്റും. ഇവിടെ കയറ്റാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളെ കയറ്റും. അവിടെ കയറ്റാമല്ല, പിന്നെന്താ. അയ്യോ, ഇറങ്ങി. അപ്പോൾ ഗൈസ്, GMAXിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ GMAXിൻ്റെ ഉള്ളിലെത്തി. ഇനി വരണം, സിനിമ തുടങ്ങാൻ ഇനി സമയമുണ്ട്. അപ്പോൾ ഗൈസ്, സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോരും. മഴയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. സിനിമയുടെ അപ്ഡേറ്റ് ഞാൻ വഴിയേ പറയാം, എനിക്കിഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഗായ്സ്, സിനിമ എന്ന് വെച്ചാൽ നമുക്ക് ചോദിക്കാം. അവിടെ ചെന്ന് ചോദിക്കാം.
അപ്പം സിനിമ എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞാൽ കൊള്ളത്തില്ല എന്നൊക്കെ പലതും പല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ സിനിമ കൊള്ളാം. ഒരു വൺ ടൈം വാച്ച്, എപ്പോഴും കാണാൻ പറ്റില്ല, വൺ ടൈം വാച്ച് സിനിമയാണ്. വലിയ ആവറേജ് എല്ലാവരും ആവറേജ് അടി എന്ന ഡയലോഗ്സും എല്ലാം ഒരു ആവറേജ് ആയിട്ടേ വരുന്നുള്ളൂ. ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ചെയ്യാനുള്ള ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണോ എല്ലാവർക്കും അവരുടെ അഭിപ്രായമുണ്ട്. അപ്പോൾ എൻ്റെ അതാണ്. ഇനി ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇനിയിപ്പോൾ എൻ്റെ കൂടെ വന്ന ഫ്രണ്ടുണ്ടല്ലോ, അവൻ്റെ അടുത്ത് കൂടെ ചോദിച്ചു നോക്കാം എന്താണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എനിക്കിനി അടുത്തൊരു പരിപാടിയുണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു എൻ്റെ വണ്ടിയുടെ അലോയ് ബെൻഡാണെന്ന്. അപ്പം അത് ഇവിടെ ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ശരിയാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം എന്നാണ് ഇപ്പം എൻ്റെ പ്ലാൻ. ഇപ്പം ശരിയാക്കിയില്ലെങ്കിൽ നടക്കില്ല. എനിക്ക് ഇച്ചിരി പ്ലാൻസ് ഉണ്ട്. അപ്പം ഇത് ശരിയാക്കണം. ഏതാ മഞ്ഞ കളറല്ലേ? അല്ലോ ആ, അകത്തോട്ട് അവിടെ ചെന്നിട്ട് ശരി ശരി ശരി. ആ ആ ആ ശരി ശരി. ഗ്യാസ് വെൽഡിങ് കടയാ? ഗ്യാസ് വെൽഡ് ചെയ്ത് മൂത്ത് വരുമോ? അല്ല, എനിക്കറിയാൻ വേണ്ട. ഗ്യാസ് വെൽഡിങ് അടിച്ച് നോക്കൂ ഇത്. വിജയ എന്തോന്ന്? അപ്പൊ പിന്നെ അത് തന്നെ ആയിരിക്കും. ഇതാണ് അകത്തോട്ടുള്ളൊരു വഴി. ചോദിച്ചു നോക്കാം. ആണോ? വണ്ടി ഇങ്ങോട്ട് കയറ്റട്ടാ? ആ, ബൈക്കാ. ഇളക്കി അല്ലേ? നോക്കി ഇത് ചെയ്യാൻ പറ്റുമോ നോക്കിയായിരുന്നെങ്കിൽ. എവിടെ ആയിരുന്നു കേട്ടോ? ഇത് നോക്കാൻ പറ്റുമോ? അല്ലാതെ ചെറിയ ബെൻഡൊക്കെ ഉണ്ട് 2 ടയറിനും വെച്ച്. അതോ എങ്ങനെയാ? ഇത് എയർ ലീക്ക് ആവുന്നില്ല ഇപ്പം? ആവുന്നില്ല. അത് നൂത്തൊന്ന് ലെവൽ ചെയ്ത് തന്നാൽ മതി. ലീക്കില്ല, എയർ ലീക്കില്ല. ആണോ? ശരി ശരി. എത്രയാവും ചേട്ടാ? എത്രയാവും ഇത്? 600? ഇനി അവിടെ ഇളക്കുന്നതിന് ഇനി എത്രയാണോ എന്തോ? ആണോ? ശരി ശരി ശരി. ഞാൻ ഇളക്കിക്കൊണ്ട്. അല്ല, ഓൺലൈൻ എടുക്കത്തില്ലേ? ഓൺലൈൻ ഗൂഗിൾ പേ എടുക്കത്തില്ലേ? ആ, ഗായ്സ്, അലോയ് നോക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് നൂത്തിട്ട് ബ്രോ, ഇതിൻ്റെ ഫ്രണ്ട് അലോയ് മാത്രം ഒന്ന് ഇളക്കി എടുക്കണമായിരുന്നു. എത്രയാവും? 200? അതെന്താ അത്ര കൂടുതൽ? അതന്നെ. എന്നാലും 150 പോരെ? 150 പോരെ? എന്നാലും എന്തെങ്കിലുമൊക്കെ കുറ. അവിടെ 600, ഇവിടെ 200. അവിടെ ഇത് വെൽഡ് ഇത് ശരിയാക്കുന്ന 600-700 രൂപ പോകുന്നു. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറ. പറ. 150 പോരെ? മതിയാ?
ശരി 150. ബാക്ക് സീനില്ലല്ലോ അല്ലേ, ഫ്രണ്ട് മാത്രമല്ലോ. അവിടെ 600. ഈ സംഭവം അപ്പം അലോയും കൂടെ ശരിയാവുന്നുണ്ട്. ബാക്കിൽ വേണ്ട ഇതുണ്ട്, അത് പക്ഷെ അറിയത്തില്ല. ഇത് ഇത്രയേ ഉള്ളൂ ചെറുതായിട്ട്, എന്നാലും വലിയ സീനില്ലല്ലോ. മറ്റേത് ഭയങ്കര ബസ് കളിക്കട്ടെ. ആ പറ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാരി ഞാൻ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കാം. ഇതവിടെ നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അലോയ് ഇളക്കുന്നതിനും തിരിച്ചിടുന്നതിനും ആദ്യം 200 എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ കുറച്ച് 150 ആക്കി. അപ്പം പുള്ളിക്കാരൻ്റെ സീനില്ല, ആ ചെറുക്കൻ്റെ സീനില്ല. അപ്പം അവിടെ നിന്ന് അവിടുത്തെ മുതലാളിയുണ്ട്, പുള്ളിക്കാരന് 200 രൂപ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ നമ്മൾ തിരിച്ചു വന്നു. ഞാൻ വേറൊരു കടയിൽ ചോദിച്ചു. അപ്പം അവിടെ പോസ്റ്റ് ആവും, മീൻസ് വണ്ടി ഇളക്കി വെക്കുവാണെങ്കിൽ സെൻട്രൽ സൈഡില്ലാത്തതുകൊണ്ട് ഇളക്കുവാണെങ്കിൽ രണ്ടും, പിന്നെ മീൻസ് അവരുടെ വേറെ വണ്ടി വരുവാണെങ്കിൽ പെട്ടുപോകത്തില്ലേ. മീൻസ് നമ്മുടെ സ്റ്റാൻഡുകളെല്ലാം യൂസ് ചെയ്താലേ ഇത് നിർത്താൻ പറ്റും. അപ്പം പിന്നെ ഞാൻ അടുത്തൊരു പണി വിചാരിച്ചതെന്ന് വെച്ചാൽ വീട്ടിൽ ഇപ്പോൾ ഇളക്കാം. അലോയ് നാളെ കുറച്ച് പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ഇളക്കിയിട്ട് കൊണ്ടുവന്ന് സെറ്റാക്കാമെന്നാണ് ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്നത്. വീട്ടിൽ നിന്ന് ഇളക്കി ഇതും കൊണ്ടുവന്ന് അലോയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ടയർ മാറാൻ. എൻ്റെ ഫ്രണ്ടിലത്തെ ടയർ മുട്ടയായിരിക്കുക, അപ്പോൾ ആ ടയറും കൂടെ മാറണം എനിക്ക്. ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അപ്പം സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അതെനിക്ക് അഭിപ്രായം പറയണം. സിനിമ കൊള്ളാമെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ എങ്ങനെയാ സിനിമ കൊള്ളാമെന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു മീഡിയം അല്ലേ? കൊടുത്ത പൈസ നഷ്ടമായില്ല. ശരി ഞാൻ രാത്രി അങ്ങോട്ട് വരാം. അപ്പം പറഞ്ഞു കേട്ടില്ലേ, കൊടുത്ത പൈസ നഷ്ടമായിട്ടില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ്. മറ്റേ ഭയങ്കര ഹൈപ്പൊന്നും പറയുന്നില്ല. നമുക്ക് ഒരു 1 ടൈം വാച്ച് കാണാം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നുമില്ല. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട്. ഇനി ബാക്കിയുള്ളവർക്കും ഇപ്പോൾ എൻ്റെ കണ്ട ഫ്രണ്ട് അവനും ഇഷ്ടപ്പെട്ട്. അല്ലാതെ ബാക്കിയുള്ളവരുടെ ആരും നമ്മൾ നോക്കുന്നില്ലല്ലോ. നമ്മുടെ സിനിമ, നമ്മൾ കാണുന്ന സിനിമ, നമ്മൾ പൈസ കൊടുത്ത് കാണുന്ന സിനിമ. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലയോ? എനിക്കിഷ്ടപ്പെട്ട്. ദാറ്റ്സ് ആൾ. അയ്യോ വണ്ടി ഓഫ് ആയിപ്പോൾ അല്ലേ? അപ്പോൾ ഗായ്സ്, ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വ്ളോഗുമായി വീണ്ടും വരാം. അപ്പോഴത്തേക്ക് ബൈ ബൈ ഗായ്സ്.